ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് മാത്രം പേടിച്ചിട്ട് ഇന്റർവ്യൂസ് പേടിയുള്ള ആൾക്കാരാണോ നിങ്ങൾ? സോ ഐ ഗോട്ട് യു കവേർഡ്. ഫ്രം ടുഡേ ഓൺവേർഡ്സ് വി ആർ സ്റ്റാർട്ടിങ് എ സീരീസ്. പല പല സിറ്റുവേഷൻസിൽ ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ പ്രൊഫഷണലി എങ്ങനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്ന് ഇഫ് ദി ഓഡിയോ ഇസ് നോട്ട് ക്ലിയർ, എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം നിങ്ങളുടെ സൈഡിൽ നിന്നോ അത് ഇന്റർവ്യൂവറിന്റെ സൈഡിൽ നിന്നോ ഓഡിയോ ക്ലിയർ അല്ലാതെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, നിങ്ങൾക്ക് ഒന്നും കൂടെ ഒക്കെ റിപ്പീറ്റ് ചെയ്യണമെങ്കിലുള്ള ടേംസും ഫ്രേസസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പൊതുവേ ഓഡിയോ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് യു മൈറ്റ് ബി ഗിവിങ് വൺ വേർഡ് റിക്വസ്റ്റ്, സർ വോയിസ് നോ ക്ലിയർ, റിപ്പീറ്റ് വൺസ് അഗെയിൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഇതല്ലാതെ കുറച്ചും കൂടെ നന്നായിട്ട് എങ്ങനെ ഈ കാര്യം റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നോക്കാം. ഫോർ എക്സാമ്പിൾ, സർ ദി ഓഡിയോ ഇസ് ബ്രേക്കിംഗ് സ്ലൈറ്റ്ലി, കുഡ് യു കൈൻഡ്ലി റിപ്പീറ്റ് ദാറ്റ് ഫോർ മീ അഗെയിൻ? ഓർ ഐ അപ്പോളജൈസ്, ഇറ്റ് സീംസ് ലൈക്ക് ദി ഓഡിയോ ഇസ് അൺക്ലിയർ ഫ്രം മൈ എൻഡ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് ഫോർ മീ? ഇതുപോലെ ഇന്റർവ്യൂസിൽ ടെക്നിക്കൽ ഗ്ലിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. സോ അണ്ടിൽ പാർട്ട് 2, ബൈ.